ഹലോ ഗായ്സ്. നമുക്കിന്ന് കുറച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. ന്യൂ ജനറേഷനിൽ ഒരുപാട് കേൾക്കുന്ന ഒരു ടെക് വേൾഡിൽ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്. അപ്പോൾ എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ നമുക്കെല്ലാവർക്കും അറിയാം, നോർമൽ കമ്പ്യൂട്ടിങ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാതെ നമ്മൾ മനസ്സിലാക്കിയൊരു സാധനമാണ് 0-1 അല്ലേ. രണ്ട് സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ, 0 ഉണ്ട് 1 ഉണ്ട്. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് ഈ 0 ആൻഡ് 1ൻ്റെ കോമ്പിനേഷൻസും അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള ആക്ഷൻസും ആണ് നോർമൽ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഒന്നും അറിയാത്ത പ്രായത്തിൽ പോലും നമ്മൾ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിച്ചു തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴാണ് എന്താണ് ഈ 0-1 എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു ഇലക്ട്രിക്കൽ സ്റ്റേറ്റ് ആണ് അല്ലേ, 0. എനിവേ, സോ ഈ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 0ഉം 1ഉം മാത്രമല്ല, 0 എന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്, 1 എന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്. ഇത് കൂടാതെ 0-1ൻ്റെ കോമ്പിനേഷൻ സ്റ്റേറ്റും ഉണ്ട്. അതായത് 0-1 എന്നുള്ളത് സൈമൾട്ടേനിയസ്ലി ഒക്കെ അറിയാം. നോർമൽ ഡിജിറ്റലിൽ എങ്ങനെയാണ്, ഐദർ 0 അല്ലെങ്കിൽ 1 എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല, 0ഉം 1ഉം ഉണ്ടാകാം. പിന്നെ 0യുടെയും 1ൻ്റെയും സൈമൾട്ടേനിയസ് സ്റ്റേറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ. അപ്പോൾ അത് വലിയൊരു വ്യത്യാസമാണ്. നമുക്ക് തോന്നും അതിനിപ്പോൾ എന്താണ് കാര്യം. അങ്ങനെയല്ല അത്. കാരണം അതിനകത്ത് ഒരുപാട് മാസീവ് പാരലലിസം വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ 3 കണ്ടീഷൻസ് പിന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പാരലലായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് വർക്കുകൾ ചെയ്യാനായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം വളരെ ക്വിക്കായിട്ട്, അതായത് മറ്റ് കമ്പ്യൂട്ടറിൽ ഇപ്പോൾ അവേഴ്സോ ഡേയ്സോ എടുത്തിരുന്ന കമ്പ്യൂട്ടേഷൻ പ്രോസസ്സ് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ് വരുമ്പോൾ അത് വളരെ ക്വിക്കായിട്ട് സെക്കൻഡ്സിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണുന്നത്. വേറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ബട്ട് ഏറ്റവും മിനിമം നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഓക്കെ. ഇനി ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ് എങ്ങനെയാണ്, അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിങ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്, ഈ ക്വാണ്ടം എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ എന്താ പറയുക, ഒരു സ്റ്റഡിയാണ്. അതിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഡൈനാമിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ സ്റ്റേറ്റ്സ് ആണ്. അതിന് വേവ്സ് ആയിട്ടും പാർട്ടിക്കിൾസും ആയിട്ടും ബിഹേവ് ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു കോമ്പിനേഷൻസ്, അതിൻ്റെ പ്രോബബിലിറ്റീസ്, അതൊക്കെയാണ് അതിനകത്ത് പഠിക്കുന്നത്. ആ പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മെയിനായിട്ട് പറയാവുന്ന 3 പ്രിൻസിപ്പിൾസ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് അറിയേണ്ടത്, മെയിനായിട്ടുള്ളത്. അതിലൊന്നാണ് ഈ സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. സൂപ്പർ പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് 0ഉം 1ഉം പിന്നെ 0യുടെയും 1ൻ്റെയും സൈമൾട്ടേനിയസ് ഒക്കറൻസ്, ക്യൂബിറ്റ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ഡിജിറ്റലിനെ ബിറ്റ് എന്ന് വിളിക്കുന്നത് പോലെ ഇതിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഫണ്ടമെൻ്റൽ സ്റ്റേറ്റിനെ, അതായത് 0-1 അല്ലെങ്കിൽ 0യുടെയും 1ൻ്റെയും കോമ്പിനേഷൻ സൈമൾട്ടേനിയസ് ഒക്കറൻസിനെ ക്യൂബിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. QUBITS, ക്യൂബിറ്റ്സ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യുന്നു, സൈമൾട്ടേനിയസ് ഒക്കറൻസ് നടക്കുന്നു, ആൻഡ് പാരലൽ പ്രോസസ്സിംഗ് വളരെ ക്ലിയർ ആയിട്ടും ക്വിക്കായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ്റെ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് എൻറ്റാങ്കിൾമെൻറ്റ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ എൻറ്റാങ്കിൾമെൻറ്റ്. എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്സ്, ക്വാണ്ടം സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നു, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. വൺ ഈസ് കോറിലേറ്റഡ് ടു അതർ വെരി സ്ട്രോങ്ലി. അതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. അതിപ്പം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ് us assume നമുക്കൊരു ഒരു ഒരു 2 മാജിക്കൽ കോയിൻസ് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. കോയിൻസ്, ഇപ്പോൾ 1 റുപ്പി കോയിൻ പോലത്തെ മാജിക്കൽ കോയിൻ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കുന്നു. ഇത് തമ്മിൽ കോറിലേറ്റഡ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് കോറിലേഷൻ? കോറിലേഷൻ ഇങ്ങനെയാണ്: ഒരെണ്ണം ഹെഡ് വീഴുമ്പോൾ മറ്റേത് എപ്പോഴും ടെയിലേ വീഴുള്ളൂ. അതാണ് ഇവ തമ്മിലുള്ള കോറിലേഷൻ എന്ന് വിശ്വസിക്കുക. അപ്പോൾ ഒന്ന് ഹെഡ് വീഴുമ്പോൾ മറ്റേത് ടെയിലേ വീഴുള്ളൂ എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള കോറിലേഷൻ. നൗ ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ഒരു കോയിൻ നിങ്ങൾ എർത്തിൽ വയ്ക്കുക, മറ്റേ കോയിൻ നിങ്ങൾ മാഴ്സിൽ കൊണ്ടുപോവുക, അത്രയും ഡിസ്റ്റൻസ്. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന കോയിൻ നിങ്ങൾ ടോസ് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്ന കോയിനും ടോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഹെഡ് വീണാൽ അവിടെ ടെയിലേ വീഴുള്ളൂ. ദാറ്റ് മീൻസ് എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും ആ കോറിലേഷൻ പ്രിസർവ് ചെയ്യപ്പെടും. ഓക്കെ. ഇതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി വെരി ഇഫക്റ്റീവ്
തിങ് ലൈക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനോമിനോണാണത്, ഒരു പ്രതിഭാസമാണത്. ഇതിനെയാണ് ഐൻസ്റ്റൈൻ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ച് ഐൻസ്റ്റൈൻ പറഞ്ഞത് സ്പൂക്കി ആക്ഷൻ അറ്റ് ഡിസ്റ്റൻസസ് എന്ന് വിളിച്ചാണ് അദ്ദേഹം ഇതിനെ അഡ്രസ്സ് ചെയ്തത്. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾ. തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് ആണ്. അതായത് ഇപ്പോൾ ഈ ക്വാണ്ടം ബിറ്റ്സിൻ്റെ വേവ് നേച്ചറാണ് നമ്മൾ അതിനകത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ക്യാൻ ബിഹേവ് ആസ് എ വേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ സൈൻ വേവ്, കോസ് വേവ്, കൊസൈൻ്റെ ഒക്കെ നമ്മൾ വേവ്സ് കണ്ടിട്ടുണ്ട്, പല ടൈപ്സ് ഓഫ് വേവ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് 2 ക്യൂബിറ്റ്സ് അല്ലെങ്കിൽ 2 ക്വാണ്ടം സ്റ്റേറ്റിനെ നമുക്ക് ഇൻ്റർഫറൻസ് നടത്താം. അതായത് പരസ്പരം നമുക്ക് എന്ത് ചെയ്യാം, സം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് റിസൾട്ടാണ് വരുന്നത്. ഒന്ന്, ഇപ്പോൾ ഒരു വേവിൻ്റെ ഒരു ക്രസ്റ്റും മറ്റേതിൻ്റെ ക്രസ്റ്റും കൂടി ഒരേപോലെ സമ്മപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഒരു ബിഗർ ക്രസ്റ്റ് വരും അല്ലേ. സോ ദാറ്റ് മീൻസ് എ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് അവിടെ നടക്കുന്നത്. രണ്ടും കൂടി സം ചെയ്ത് ഒരു ബിഗർ വേവ് ആയിട്ട് മാറും. നൗ ഡിസ്ട്രക്റ്റീവ് ഉണ്ട്, രണ്ടും ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ എന്ത് പറ്റും, രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. പിന്നെ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതായത് ഇത് തമ്മിലൊരു ചെറിയ ഫേസ് ഡിഫറൻസ് ഉണ്ടായിട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ വേവ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടും. ഇതിനെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആയിട്ട് എടുക്കാം. സി വെൻ ഐ സേ ദി സ്റ്റേറ്റ്സ് ഹൈ, ലോ, ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ അതൊരു വോൾട്ടേജ് ലെവൽ അല്ല കേട്ടോ, അതും പ്രത്യേകം പറയാം. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഇറ്റ് ഈസ് എ ന്യൂ പ്രോബബിലിറ്റി, അതായത് പുതിയൊരു പ്രോബബിലിറ്റി ഉണ്ടാവുകയാണ്. ക്വാണ്ടം സ്റ്റേറ്റിന് പുതിയൊരു പ്രോബബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഇതാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഓക്കെ ഇതൊക്കെ ശരിയാണ്, ഇങ്ങനെയാണ്, പക്ഷേ ഇതിൻ്റെ യൂസ് എന്താണ്? അത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇതൊരു ഉപയോഗമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇതിന് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്താണ്. അതായത് നമുക്ക് കുറേ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതായത് ഒരു നോർമൽ കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അത് കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടാനായിട്ട്. അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈവൻ മന്ത് അല്ലെങ്കിൽ ഒരു ഇയർ ഒക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സംവിധാനം വർക്കൗട്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. അതൊരു വലിയ കാര്യമാണ്, കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ സൊല്യൂഷൻ അത്തരത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയുമ്പോൾ സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം, ഒരു കുട്ടിക്ക് നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഇത് കൊടുക്കുകയാണ്, കുറേ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, 100 ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. ആ കുട്ടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ചോദ്യം നോക്കും, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും, അടുത്തതിലേക്ക് പോകും, അടുത്ത ആൻസർ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു സീക്വൻഷ്യൽ എക്സിക്യൂഷനാണ്. ഇതാണ് നോർമൽ ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിങ് അങ്ങനെയല്ല. സൈമൾട്ടേനിയസ്ലി 100 ആൻസർ കണ്ടുപിടിക്കും, അതായത് പാരലലി വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. സോ ഇറ്റ് ഈസ് ക്വിക്ക്. അതാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം. അതായത് ഇപ്പം ഒരു ടോർച്ച് ലൈറ്റ്, അതാണ് ഒരു സാധാരണ കമ്പ്യൂട്ടർ. കാരണം അത് ഒരു ഡയറക്ഷനിലാണ് അതിൻ്റെ ലൈറ്റ് പോകുന്നത്. പക്ഷേ മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബൾബാണ്, ഒരു ഇൻകാൻഡസൻ ലാമ്പായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും പരക്കുന്ന ഒരു ഇൻകാൻഡസൻ ലാമ്പായിട്ട് നമുക്കതിനെ അസ്യൂം ചെയ്യാം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ. ഓക്കെ, സോ ഈ ഫങ്ഷണാലിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാൻ പറഞ്ഞു, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. സെക്കൻഡ് തിങ്, നമുക്ക് അതിൻ്റെ റിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡ്രഗ് ഡിസ്കവറിയാണ്. അതായത് മരുന്നുകൾ ഉണ്ടാക്കുക. സെർട്ടൻ കോമ്പൗണ്ട്സുകൾ തമ്മിൽ ചേർക്കുമ്പോൾ സെർട്ടൻ ന്യൂ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു. അത് മെഡിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ? ഇതൊരു മനുഷ്യൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ കോമ്പിനേഷൻസ് സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായൊരു ഡ്രഗ് മോളിക്യൂളിനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഡ്രഗിൻ്റെ ഡിസ്കവറിയുടെ റിസർച്ച് ടു എൻഡ് പ്രോഡക്റ്റ് അത് വളരെ ക്വിക്കായിട്ട് മാറും. പെട്ടെന്ന് തന്നെ രോഗങ്ങളുടെ നമുക്ക് അതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് കണ്ടുപിടിക്കാനും അത് മാർക്കറ്റിൽ കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അടുത്തൊരിത്. പിന്നെ അതുപോലെ മോളിക്യൂൾസിനെ മോഡൽ ചെയ്യുക, അതിൻ്റെ ഡൈനാമിക്സ് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ സാധിക്കും. അതുപോലെ കമ്പ്യൂട്ടേഷൻ പവർ വളരെയധികം മാറും. നിങ്ങൾക്കറിയാനും പാടില്ല, ഇപ്പോൾ നമുക്ക് ഒരു സംഭവം കമ്പ്യൂട്ട് ചെയ്ത് കിട്ടാനുള്ള റിസൾട്ട് ഏറ്റവും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ക്വിക്കായിട്ട് മാറും. അതാണ്. അപ്പോൾ അത് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരുപാട് കമ്പനീസും ഒരുപാട് R&D സെൻറ്റേഴ്സും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ വർക്ക് ചെയ്യുന്നുണ്ട്, IBM വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പം ഇവരെല്ലാം ഇത്രയും വലിയ ജയൻറ്റ് കമ്പനീസും R&D സെൻറ്റേഴ്സും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു. നമുക്കൊരു എനിക്ക് തോന്നുന്നു 2030 2040 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു വർക്കിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കാരണം ഇത് അത്ര എളുപ്പമല്ല ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്. കാരണം ഈ പ്രോസസ്സുകളെല്ലാം നടക്കുന്നത് ഒരു ലോ ടെമ്പറേച്ചറിലാണ്. എറൗണ്ട് ആബ്സല്യൂട്ട് സീറോയുടെയൊക്കെ അടുത്ത് വരുന്ന ഒരു ടെമ്പറേച്ചറിലൊക്കെ ആയിരിക്കും ഇത് പ്രോസസ്സിങ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനൊരു റൂം ടെമ്പറേച്ചർ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് വന്നാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു കൺസ്ട്രെയിൻറ്റ് ഇതിനകത്ത് നമുക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ആ ലോ ടെമ്പറേച്ചർ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എറർ കറക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് പെട്ടെന്ന് നോയ്സ് അഫക്റ്റഡ് ആവും. അപ്പോൾ അതിനകത്ത് കൊണ്ട് എററുകൾ വരാം. അപ്പോൾ ആ നോയ്സ് വരുന്നിട്ട് ഉണ്ടാകുന്ന എററുകൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. അതിൻ്റെ റിസർച്ച് നടക്കുന്നുണ്ട്. തേർഡ് തിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഈ നോയ്സ് വരുന്നു, ഇത് അഫക്റ്റ് ചെയ്തിട്ട് ഇത് എറർ ഉണ്ടാകുന്നു, അതൊരു പ്രശ്നം. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ ഭയങ്കര കുറവാണ്. അതായത് നമുക്ക് ക്വാണ്ടം സ്റ്റേറ്റുകൾ ഒരുപാട് സമയം സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് സമയം അതിനെ ആ സ്റ്റേറ്റിൽ നിർത്താനോ നമുക്കിപ്പോൾ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് കൂടുതൽ സമയത്തേക്ക് അതിൻ്റെ ലൈഫ് ടൈം കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ ഫുള്ളി ഫങ്ഷണൽ ക്വാണ്ടം കമ്പ്യൂട്ടർ ബൈ 2040 ഓർ സംതിങ്. സോ അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ബ്രീഫായിട്ട് പറയുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരിക്കൽ സാധിക്കുമെന്ന് വിശ്വസിക്കാം. ഓക്കെ, താങ്ക് യു.